മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയ ഒരു വീട്ടിലേക്ക് കൃത്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ചെറിയൊരു വിളവെടുപ്പൊക്കെയാണിത്. അവിടെ നമ്മളിന്ന് വിളവെടുത്തിരിക്കുന്ന ചീരയുണ്ട്, പടവലങ്ങയുണ്ട്, കുറ്റിപ്പയറുണ്ട്, നിത്യവതിങ്ങയുണ്ട്, കോവലുണ്ട്, വാഴക്കൂമ്പുണ്ട്. ഇനിയും പലതും വിളവെടുക്കാനുണ്ടെങ്കിലും ഇന്ന് ഇത്രയൊക്കെ മതി എന്നുള്ളത് കൊണ്ടാണ് ഇതുകൊണ്ട് നിർത്തിയത്. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ നമ്മൾ കഴിക്കുന്നത് കൊണ്ട്, നമ്മൾ കൃഷി ചെയ്യുന്ന മൂലം നമുക്കിതിൻ്റെ വിളവ് ലഭിക്കുന്നു, അവ നമ്മൾ കഴിക്കുന്നു. അപ്പം മാനസികവും സാമ്പത്തികമായ ലാഭത്തിനോടൊപ്പം തന്നെ ശാരീരികമായി എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നതെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ഞാൻ ചർച്ച ചെയ്യുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ ഓർമ്മയായ കാലം മുതൽ തന്നെ, അതായത് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന കാലം മുതൽ തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ പറമ്പിലും മുറ്റത്തുമൊക്കെ മത്തയും പടവലവും പാവലും വാഴയും ചീരയും കോവലും ഒക്കെ കൃഷി ചെയ്തിരുന്നു. അതിൽ നിന്നും അവർ ചാണകപ്പൊടിയും തോലും ചാരവും ഒക്കെ ഇട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആ പച്ചക്കറികൾ നമുക്ക് പാചകം ചെയ്ത് തന്നിരുന്നു. അതുപോലെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് പച്ചക്കറി കടകളിൽ പോകാതെ തന്നെ നമ്മുടെ പുരയിടത്തിൽ നിന്ന് തന്നെ ഈ പച്ചക്കറികളൊക്കെ ഉൽപ്പാദിപ്പിക്കുകയും അത് നമ്മുടെ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്ന ഒരു നല്ല കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇടക്കാലത്ത് വെച്ച് അതെല്ലാം മാറുകയും മറ്റ് പലതിനെയും നമ്മൾ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ പച്ചക്കറി കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത്. പച്ചക്കറി എന്ന് പറയുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പച്ചക്കറി ഒരു സൂപ്പർ ഫുഡാണ്. അതായത് നല്ല മൂല്യമേറിയ ഒരു ആഹാരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം നാം ഓർക്കേണ്ടതാണ്. പൂർണ്ണ ആരോഗ്യം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു വിളയാണ് പച്ചക്കറി വിള എന്ന് പറയുന്നത്. പച്ചക്കറി നിത്യേന കഴിക്കുന്നതിലൂടെ നമ്മുടെ ദീർഘായുസ്സും ആരോഗ്യം വർദ്ധിപ്പിക്കാനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് നല്ല ആരോഗ്യത്തോടെ ഊഷ്മളത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയുമെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ പച്ചക്കറി നിത്യേന കഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ, നമ്മുടെ ആന്തരിക അവയവമായ കുടൽ, നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കുടലെന്ന് പറഞ്ഞത്. ഈ കുടലിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് പച്ചക്കറി കഴിക്കുന്നതിലൂടെയാണ്. കുടലിൻ്റെ നല്ല പ്രവർത്തനമാകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ദഹനപ്രക്രിയ സുഗമമാവുകയും അങ്ങനെ ഉദരരോഗങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഉന്മേഷത്തോടെ ഏകാഗ്രതയോടെ ജീവിതം നയിക്കാനും കഴിയുമെന്ന് നാം ഓർത്തിരിക്കേണ്ടത് ഉണ്ട്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ സ്വന്തമായി പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുകയും അത് പ്രത്യേകിച്ചും ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുകയും അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത് നമ്മുടെ ജീവിതം സന്തോഷപൂർണ്ണമാക്കാൻ നമുക്ക് ശ്രമിക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഉപദ്രവകാരികളായ ബാക്ടീരിയകളെയും വൈറസുകളെയും നശിപ്പിക്കാനും അങ്ങനെ നമ്മുടെ ആരോഗ്യം നിലനിർത്താനും പച്ചക്കറികൾ നമ്മൾ ശീലമാക്കേണ്ടത് അത്യാവശ്യമാണ്. അണുബാധയിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുമ്പോൾ രോഗപ്രതിരോധശേഷി വർദ്ധിക്കുകയും രോഗമില്ലാതെ നമുക്ക് ആരോഗ്യത്തോടെ പൂർണ്ണ ജീവിതം നയിക്കാൻ സാധ്യമാവുകയും ചെയ്യുന്നു. അതിന് പച്ചക്കറി നാം ശീലമാക്കേണ്ടതുണ്ട്. പച്ചക്കറികൾ കഴിക്കുമ്പോൾ ധാരാളം നാരുകൾ അവയിൽ അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ ദഹന പ്രക്രിയ സുഗമമാക്കുകയും മലബന്ധം മാറുകയും ചെയ്യുന്നു. നമുക്കറിയാം, മിക്ക രോഗങ്ങൾക്കും പ്രധാനപ്പെട്ട കാരണം മലബന്ധമാണ്. നല്ല രീതിയിൽ പച്ചക്കറികൾ കഴിക്കുന്നത് മലബന്ധം ഒഴിവാകുന്നു. അതുമൂലം നമുക്ക് ദഹന പ്രക്രിയ എളുപ്പമാവുകയും രോഗികളിൽ നിന്ന് മുക്തി നേടാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ലഭിക്കുന്നതിന് വിവിധങ്ങളായ പച്ചക്കറികൾ നിത്യേന നമ്മൾ കഴിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ധാരാളം പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അവ കുറഞ്ഞാൽ നമ്മുടെ ശരീരം ദുർബലമാവുകയും രോഗപ്രതിരോധശേഷി നഷ്ടപ്പെട്ട് നമ്മൾ ഏതെങ്കിലും വിധത്തിലുള്ള രോഗത്തിനടിഞ്ഞു പോവുകയും അങ്ങനെ നമ്മുടെ ജീവിതം വളരെ നരകതുല്യമായി തീരുകയും ചെയ്യും എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. അപ്പം അത്തരം ദോഷങ്ങൾ ഒഴിവാക്കുന്നതിന് പച്ചക്കറികൾ സ്ഥിരമായി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ പച്ചക്കറികൾ സ്ഥിരമായി കഴിക്കുന്ന ആളിന് ഹൃദ്രോഗം, അതുപോലെ തന്നെ പ്രമേഹം, അങ്ങനെയൊക്കെയുള്ള ദിനചര്യ രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്ന് മാത്രമല്ല, ക്യാൻസറിനെ പോലും ഒരു തരത്തിൽ ചെറുത്തു തോൽപ്പിക്കാനും ക്യാൻസറിൻ്റെ ആ സാധ്യത, തീഷ്ണത ഒക്കെ കാഠിന്യമൊക്കെ കുറച്ചു കൊണ്ടുവരാനും പച്ചക്കറി കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും എന്ന് നാം ഓർത്തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പച്ചക്കറികളിൽ ധാരാളം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള മിനറലുകളും വിറ്റാമിനും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കലോറിയും കൊഴുപ്പും തീരെ കുറവാണ്. ഒരു പക്ഷേ കലോറിയും കൊഴുപ്പും കൂടുതലുണ്ടെങ്കിൽ പോലും അവ നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ദോഷകരമായി ഇരിക്കില്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടുതൽ സമയം വയറ് നിറഞ്ഞിരിക്കും പച്ചക്കറികൾ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശപ്പ് അകറ്റാനും ഒക്കെ ഈ പച്ചക്കറികൾ നല്ലതാണ്. അപ്പോൾ നമ്മുടെ കൂടുതൽ സമയം വയറ് നിറഞ്ഞിരിക്കുന്നതിനാൽ നമുക്ക് എപ്പോഴും ആഹാരം കഴിക്കുന്ന തോന്നില്ലാതാവുകയും തൽഫലമായി അമിതാഹാരം ഒഴിവാക്കി
പൊണ്ണത്തടികളെ കുറച്ച് കൊണ്ടുവരാനും നമുക്ക് സാധിക്കുന്നു എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. അപ്പം പൊണ്ണത്തടി കുറയ്ക്കാൻ വേണ്ടി ഇന്ന് ധാരാളം പണം മുടക്കി വിവിധ വ്യായാമങ്ങളൊക്കെ പരിശീലിക്കുന്നുണ്ട്. എന്നാൽ പ്രിയ സുഹൃത്തുക്കളെ, അതിൻ്റെ 10% മാത്രം പൈസ ചിലവാക്കി അല്പസമയം അധ്വാനിക്കാനുള്ള മനസ്സിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് അതല്ലെങ്കിൽ നമ്മുടെ കാട് കയറി കിടക്കുന്ന പുരയിടങ്ങളിലും ഏതാനും പച്ചക്കറികൾ, പ്രത്യേകിച്ചും നമുക്കിഷ്ടമുള്ള പച്ചക്കറികൾ കൃഷി ചെയ്താൽ ചാമ്പലും ചാരവും പിണ്ണാക്കുളങ്ങളും തോലും ഒക്കെ ഉപയോഗിച്ച് അവ പരിചരിച്ചാൽ ഇഷ്ടം പോലെ പച്ചക്കറികൾ നമുക്ക് കിട്ടും. നമ്മുടെ മനസ്സ് നിറയാനും ശരീരത്തിന് ആരോഗ്യം ലഭിക്കാനും വ്യായാമം ലഭിക്കുന്നതിനും ഒക്കെ ഇതുമൂലം സാധിക്കും എന്ന കാര്യം നാം ഇവിടെ പ്രസ്താവ്യമാണ്. അതുപോലെ തന്നെ പച്ചക്കറികൾ നിത്യവും കഴിക്കുന്നതിലൂടെ നമ്മുടെ രക്തചംക്രമണം, നമ്മുടെ രക്തത്തിൻ്റെ ഓട്ടം സുഗമമാവുകയും തൽഫലമായി നാഡീഞരമ്പുകൾ വികസിക്കുകയും അങ്ങനെ രക്തചംക്രമണം സുഗമമാവുന്നതിന് നല്ല ഊർജ്ജസ്വലത നമുക്ക് കൈവരിക്കാനും തൽഫലമായി ദിവസം മുഴുവൻ ഉന്മേഷവാനായിരിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് ഒരു വിനോദം മാത്രമല്ല, വിജ്ഞാനം മാത്രമല്ല, വരുമാന മാർഗം മാത്രമല്ല, മനുഷ്യ ജീവൻ്റെ നിലനിൽപ്പിന്, ആരോഗ്യപൂർണ്ണമായ ജീവിതത്തിന് ഒക്കെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഘടകമാണ് എന്ന് നാം മനസ്സിലാക്കണം. സ്ഥിരമായി പച്ചക്കറി കൃഷി അല്ലെങ്കിൽ ഏതെങ്കിലും കൃഷി ചെയ്യുകയും പച്ചക്കറികൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ പല രോഗങ്ങളും വരത്തില്ല എന്നുള്ളതും സത്യം തന്നെയാണ്. മണ്ണുമായിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ അവശ്യസസ്യങ്ങളായിട്ടുള്ള ബന്ധവും അവയുടെ സമ്പർക്കവും ഒക്കെ നമ്മളിൽ പ്രത്യേക തരത്തിലുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം നാം മനസ്സിലാക്കണം. പ്രമേഹം, ഹൃദ്രോഗം എന്നിവ മാറാൻ, അതായത് മുൻകാലങ്ങളിൽ ഇവയൊന്നും ഇല്ലായിരുന്നു എന്ന് ഓർക്കണം. ഇവയൊക്കെ മാറാനും വരാതിരിക്കാനും ഒക്കെ നമ്മൾ പഴങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യുകയും അവ ഭക്ഷിക്കുകയും ചെയ്താൽ മതി. രോഗങ്ങളില്ലാതെ നമുക്ക് ആരോഗ്യപൂർണ്ണമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കേണ്ടേ. അതിനുവേണ്ടി പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ഒന്നിച്ച് മുന്നേറാം. നമുക്ക് നമ്മുടെ ഉള്ള സ്ഥലത്ത് ഉള്ള രീതിയിൽ ഗ്രോ ബാഗിലും ചാക്കിലും പെയിൻറ്റ് ബക്കറ്റിലും അങ്ങനെ നമുക്ക് ഉള്ള സ്ഥലത്ത് നമുക്ക് വിവിധങ്ങളായ പച്ചക്കറികൾ കൃഷി ചെയ്ത് മനസ്സും ശരീരവും ഒക്കെ സന്തോഷം കൊണ്ട് നിറയ്ക്കാം. ഒപ്പം വരുമാനവും വിജ്ഞാനവും. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.